പണ്ട് മധുരയിലെ വൃന്ദാവനത്തിനരികിലായി താളവനമെന്ന മനോഹരമായ ഒരു കാടുണ്ടായിരുന്നു. അവിടെ ആകാശമുട്ടെ വളർന്നു നിൽക്കുന്ന പനമരങ്ങൾ, നിറയെ തേൻ കിനിയുന്ന പനമ്പഴങ്ങൾ ഉണ്ടായിരുന്നു. ആ പഴങ്ങളുടെ മണം കാറ്റിൽ ദൂരേക്ക് പടരുമായിരുന്നു. പക്ഷേ ഒരു പക്ഷിപോലും ആ കാട്ടിലേക്ക് പോകാൻ ധൈര്യപ്പെട്ടിരുന്നില്ല. കാരണം അവിടെ ധേരുകാസുരൻ എന്ന ക്രൂരനായ അസുരൻ ഒരു കഴുതയുടെ രൂപത്തിൽ വാണിരുന്നു. ഒരിക്കൽ കൃഷ്ണനും ബലരാമനും കൂട്ടുകാരോടൊപ്പം പശുക്കളെ മേയ്ക്കാൻ കാടിനടുത്തെത്തി. പനമ്പഴങ്ങളുടെ മധുരഗന്ധം ഏറ്റപ്പോൾ കൂട്ടുകാർക്ക് അത് കഴിക്കാൻ വലിയ കൊതിയായി. അവർ കൃഷ്ണനോട് പറഞ്ഞു, "കൃഷ്ണ, ആ പഴങ്ങളൊന്ന് കഴിക്കാൻ പറ്റിയെങ്കിൽ എത്ര നന്നായിരുന്നു. പക്ഷേ ആ അസുരനെ പേടിയാണ്." കൂട്ടുകാരുടെ വിഷമം കണ്ടപ്പോൾ ബലരാമൻ ചിരിച്ചുകൊണ്ട് കാട്ടിലേക്ക് നടന്നു. അദ്ദേഹം ഓരോ പനമരങ്ങളും പിടിച്ച് ശക്തിയായി കുലുക്കാൻ തുടങ്ങി. പഴുത്തുപാകമായ പഴങ്ങൾ നിലത്തു വീണു. ആ ശബ്ദം കേട്ടതും ഭൂമി കുലുങ്ങുന്നതുപോലെ ധേരുകാസുരൻ അലറിക്കൊണ്ട് ഓടിയെത്തി. കഴുതയുടെ രൂപത്തിലുള്ള അസുരൻ ബലരാമന്റെ നെഞ്ചിലേക്ക് തന്റെ പിൻകാലുകൾ കൊണ്ട് ശക്തിയായി ചവിട്ടി. ബലരാമൻ തെല്ലും കുലുങ്ങാതെ അസുരനെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു. രണ്ടാമതും ചവിട്ടാൻ വന്ന അസുരന്റെ രണ്ട് കാലുകളിലും ബലരാമൻ പിടുത്തമിട്ടു. എന്നിട്ട് ഒരൊറ്റ കറക്കം. ആകാശച്ചുഴിയിലെന്ന പോലെ അസുരനെ വായുവിലിട്ട് കറക്കി ബലരാമൻ തൊട്ടടുത്തുള്ള വലിയൊരു പനമരത്തിലേക്കെറിഞ്ഞു. അസുരൻ മരത്തിലിടിച്ചു വീണതും പനമരങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി മറിഞ്ഞു വീണു. ധേരുകാസുരൻ അന്നുതന്നെ അന്ത്യശ്വാസം വലിച്ചു. തന്റെ ജ്യേഷ്ഠനെ സഹായിക്കാൻ കൃഷ്ണനും കൂടെ ചേർന്നതോടെ അസുരന്റെ അനുചരന്മാരും ഭയന്നോടി. അന്ന് വൈകുന്നേരം ഗോപബാലന്മാർ വയറുനിറയെ പനമ്പഴങ്ങൾ കഴിച്ച് ആഹ്ലാദത്തോടെ വീട്ടിലേക്ക് മടങ്ങി.